എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് 7th ക്ലാസ്സിലെ ഹിന്ദി NCERT വസന്ത് എന്ന പുസ്തകത്തിലെ 19th ചാപ്റ്ററാണ് ആശ്രം കാ അനുമാനിത് വ്യയ്. ഇത് എഴുതിയിരിക്കുന്നത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി 1915 പറഞ്ഞാൽ ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ 2021 വെച്ച് നോക്കുന്നത് ഏകദേശം മോർ ദാൻ 100 ഇയേഴ്സ്. ആ സമയത്ത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഗുജറാത്തിൽ ഒരു ആശ്രമം പണിയാനുള്ള വരവ് ചെലവ് കണക്കുകൾ, മൊത്തത്തിലുള്ള കണക്കുകൾ, അവിടെ എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടത്, അപ്പോൾ അതിനൊക്കെ കൂടി എത്ര ചിലവ് വരും എന്ന് ഉള്ള ടോട്ടലായിട്ടുള്ള ഒരു കണക്കുകൂട്ടലിൻ്റെ വിവരണമാണ് ഈ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എന്താ പറയുക വെച്ചാൽ ഒരു ലേഖാ ജോക്ക എന്ന് പറയാം. യഹ് പാർട്ട് ഏക് ലേഖാ ജോക്ക ഹൈ. ലേഖാ ജോക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് കേട്ടോ. അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അതിലെന്താണ് ഇൻകമും എക്സ്പെൻഡിച്ചറും അല്ലേ ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടാവുക. നമുക്ക് വരവ്, നമുക്ക് കിട്ടാനുള്ള പൈസയും പിന്നെ അതിൻ്റെ ചിലവും ഇതൊക്കെ കൂടിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റാണിത്. അപ്പോൾ ഈ പാർട്ട് ഗാന്ധിജി ദ്വാര ലിഖ ഗയാ ഹൈ. അപ്പോൾ ഇത് ഗാന്ധിജിയാണ് എഴുതിയിരിക്കുന്നത്. എക് ലേഖ ജോക്ക ഹൈ. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റാണിത്. ഗാന്ധിജി സൗത്ത് അഫ്രീക്ക से लौट कर अहमदाबाद में एक आश्रम बनाना चाहते थे, तो उस आश्रम का व्यय के अनुमान का विवरण किया गया है इस पाठ में എന്ന് പറയാം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന്. ആശ്രം കാ അനുമാനിത് വ്യയ്. അനുമാനിത് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് എസ്റ്റിമേറ്റഡ്. എസ്റ്റിമേറ്റഡ് അനുമാനിത്. വ്യയ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ്, ചിലവ്. എക്സ്പെൻഡിച്ചർ, എക്സ്പെൻസ് എന്ത് വേണം പറയാം, ചിലവ്. തുടങ്ങാം. അപ്പോൾ ആരംഭ മേ സംസ്ഥ ആശ്രം മേ 40 लोग होंगे. ആരംഭത്തിൽ സ്റ്റാർട്ടിങ്ങിൽ സംസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സ്ഥാപനം, ഏതൊരു സ്ഥാപനത്തിനും പറയും ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്ഥാപനം. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ആശ്രമം. അപ്പോൾ ആശ്രമത്തിൽ സ്റ്റാർട്ടിങ്ങിൽ 40 ആൾക്കാരുണ്ടാവും എന്നാണ് പറയണത്. കുച്ച് സമയമേ ഇസ് സംഖ്യക്ക് 50 ഹോ ജാനെ കി സംഭാവന ഹൈ. കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ സംഖ്യ, ഈ 40 പോയിട്ട് 50 ആവാനുള്ള സാധ്യതയുണ്ട്. സംഭാവന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധ്യത. हर महीने औसतन 10 അതിഥിयों के आने की संभावना है. ഹർ മഹീനെ എല്ലാ മാസവും ഔസത്തൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആവറേജ് ആയിട്ട് 10 അതിഥികൾ വരാനുള്ള ചാൻസ് ഉണ്ട്. 10 അതിഥികൾ വരാനുള്ള സംഭാവന ഉണ്ട്. ഇൻമേ 3 या 5 സപരിവാർ ഹോങ്കെ. ഇതിൽ 3-5 ആൾക്കാരെങ്ങനെയാണ് സപരിവാർ ഹോങ്കെ. ഇപ്പോൾ സപരിവാർ എന്ന് പറഞ്ഞാൽ കുടുംബസമേതം, ഫാമിലിയോട് കൂടിയായിരിക്കും. इसलिए स्थान की व्यवस्था ऐसी होनी चाहिए कि परिवार वाले लोग अलग रह सके और शेष एक साथ. അപ്പോൾ അതുകൊണ്ട് കുടുംബത്തോട് കൂടി വരുന്നത് കൊണ്ട് എങ്ങനെയായിരിക്കും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്, സ്ഥാൻകി സ്ഥലത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്, വ്യവസ്ഥ അറേഞ്ച്മെൻറ്റ് എങ്ങനെയായിരിക്കണം വെച്ചാൽ പരിവാർ വാലെ ലോഗ് അലഗ്. കുടുംബത്തോടു കൂടി വരുന്നവർ വേറെ, പിന്നെ അലഗ് രഹസക്കെ വേറെ താമസിക്കുക, ഓർ ശേഷ് ഏക് സാത്ത് ബാക്കിയുള്ളവർ വേറെ ഒരുമിച്ച്, അങ്ങനെയുള്ള അറേഞ്ച്മെൻ്റ് ആയിരിക്കണം എന്നാണ്. സ്കോ ധ്യാൻ മേ രഖ്തേ ഹുയെ 3 രസോയി ഘർ ഹോ. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യണമെങ്കിൽ 3 രസോയി ഘർ എന്ന് പറഞ്ഞാൽ കിച്ചൺ. ഇപ്പോൾ 3 കിച്ചൺ വേണം. ഓർ मकान कुल 50,000 फुट क्षेत्रफल में बने तो सब लोगों के लायक जगह हो जाएगी. मकान എന്ന് പറഞ്ഞാൽ കെട്ടിടം, ബിൽഡിങ്. കുൽ ടോട്ടൽ 50,000 വർഗ് ഫുട്ട് 50,000 സ്ക്വയർ ഫീറ്റ് ക്ഷേത്രഫൽ ഏരിയ. 50,000 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ കെട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും താമസിക്കാനുള്ള സ്ഥലം ഉണ്ടാകും അതിൽ. ആ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ഒന്ന് നോക്കാം കേട്ടോ. ദക്ഷിണാഫ്രിക്ക से लौटकर गांधी जी ने अहमदाबाद में एक आश्रम की स्थापना की. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഗാന്ധിജി അഹമ്മദാബാദിൽ ഒരു ആശ്രമം സ്ഥാപിച്ചു. ഉസ്കെ പ്രാരംഭിക് സദസ്യോ, അതിൽ സ്റ്റാർട്ടിങ്ങിൽ എത്ര ആൾക്കാരുണ്ടാവും, മെമ്പേഴ്സ് ഉണ്ടാവും എന്നുള്ളതും തഥാ സാമാൻ ആദി കാ വിവരൺ ഇസ് പാർട്ട് മേ ഹെ. അതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്നുള്ളതിൻ്റെ വിവരണമാണ് ആദ്യം പറഞ്ഞ സെയിം ഇൻട്രൊഡക്ഷൻ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ബാക്കി നോക്കാം. इसके अलावा 3,000 पुस्तकें रखने लायक पुस्तकालय और अलमारियाँ होनी चाहिए. അപ്പോൾ ആദ്യം സ്ഥലം പറഞ്ഞു 50,000 സ്ക്വയർ ഫീറ്റിൻ്റെ. പിന്നെ അത് കൂടാണ്ട് എന്താ വേണ്ടത്, 3,000 പുസ്തകേ രഖ്നെ ലായക്ക് 3,000 പുസ്തകം വെക്കായി അതുപോലുള്ളൊരു ലൈബ്രറി വേണം. പിന്നെന്താ വേണ്ടത് ചെയ്യേ. അപ്പോൾ ഈ ലൈബ്രറി അതിന് ബുക്സ് വെക്കാൻ അലമാറിയും വേണം. കം സെ കം 5 ഏക്കർ ജമീൻ ഖേത്തി കർനെ കെ ലിയെ ചെയ്യേ. ചുരുങ്ങിയത് 5 ഏക്കർ സ്ഥലം കൃഷി ചെയ്യാനും ആവശ്യമാണ്. ജിസ്മേ കം സെ കം 30 ലോഗ് കാം കർ സക്കെ. അതിൽ എത്ര ആൾക്കാർ പണി ചെയ്യാൻ പറ്റും, 30 ആൾക്കാരെ. അപ്പോൾ ആ കൃഷി ചെയ്യാൻ എത്ര ആൾക്കാർ വേണം, 30 ആൾക്കാർ അതിലേക്കാക്കി.
ഇത്തനെ ഖേത്തിക്ക് ഓജാർ ചെയ്യേ. അപ്പോൾ ഈ ഇത്രയും കൃഷി ചെയ്യാൻ എന്താണ്, കൃഷി ചെയ്യാൻ നമ്മൾ വെറുതെ പറ്റില്ലല്ലോ, അതിന് ഒരുപാട് ആയുധങ്ങൾ വേണ്ടേ. ഓജാർ എന്ന് വെച്ചാൽ ടൂൾസ് കേട്ടോ, അതിന് ഒരുപാട് സാധനങ്ങൾ വേണം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻമേ കുദാലിയോ ഫാവഡോ ഓർ പോങ്കി ജറൂരത്ത് ഹോഗി. അപ്പോൾ ആദ്യം മീനിങ്സ് നോക്കാം. കുദാലി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൈക്കോട്ട് എന്നൊക്കെ പറയും മലയാളത്തിൽ. ഗ്രേപ്പ് ഹോ, കൈക്കോട്ട് പറഞ്ഞാൽ ഇങ്ങനെ മണ്ണൊക്കെ വാരില്ലേ, അതുകൊണ്ട് പറഞ്ഞാൽ മണ്ണിങ്ങനെ കുഴി കുഴിക്കാനൊക്കെ ഉപയോഗിക്കില്ലേ, അങ്ങനത്തെ ഉള്ളത്. ഫാവഡ സ്പെയ്ഡ്, SPADE, സ്പെയ്ഡ് കേട്ടോ. പിന്നെ ഓർ കുർപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പഡ്, SPUD, സ്പഡ് എന്ന് പറഞ്ഞാൽ മൺവെട്ടി കേട്ടോ, അതിനാണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ആവശ്യമാണ്. ജറൂരത്ത് ഹോഗി, ആവശ്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ്? കുദാലിയോ, ഫാവഡ, പിന്നെ കുർപ്പ, ഈ സാധനങ്ങളുടെയൊക്കെ ആവശ്യമുണ്ടെന്ന് പറയണം. ബഡൈഗിരിക്ക് നിമ്നലിഖിത് ഓജാർ ബി ഹോനെ ചാഹിയേ. ബഡൈഗിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർപ്പൻട്രി കേട്ടോ, മരപ്പണി, ആശാരി എന്നൊക്കെ പറയില്ലേ, അതന്നെ. അതിന് വേണ്ടിയിട്ട്, ആ പണിക്ക് വേണ്ടിയിട്ട് എന്താണ്, നിമ്നലിഖിത് പറഞ്ഞാൽ താഴെ കൊടുത്തിരിക്കുന്ന ഓജാർ, ടൂൾസും ആവശ്യമാണ്. ഇനി ഈ ടൂൾസിൻ്റെ പേരെന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. 5 ബഡേ ഹത്തോടെ, 3 ബസൂലെ, 5 ചോട്ടി ഹത്തോടിയാ. ഇതെന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഹത്തോട എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചുറ്റിക എന്ന് പറയില്ലേ മലയാളത്തിൽ, ഹാമർ, അതിനാണ് ഹത്തോട പറയുക കേട്ടോ. ബസൂല എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ലക്കടി ചില്ലിക്ക നെയ്ത്തോ കാട്ടനേക്ക ഉപകരൺ എന്ന് പറയാം. പറഞ്ഞ വലിയ പിന്നെ വുഡില്ലേ, അതൊക്കെ മുറിക്കാനുള്ള ഒരു ഉപകരണം. പറഞ്ഞാൽ ആശാരിമാരുടെ അടുത്തൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ നീക്കിയിട്ട് മുറിക്കില്ലേ, അത് കുറേ നേരമാവും അത്. അങ്ങനത്തെ മുറിക്കാനൊക്കെ ഉള്ള ഉപകരണങ്ങൾ. ഹത്തോടിയ അത് തന്നെയാണ്. ചുറ്റിക എന്ന് പറഞ്ഞില്ലേ, ഹാമർ. ദോ എരൺ, 3 ബം. എരൺ എന്ന് പറഞ്ഞാലും അങ്ങനെ എന്തോ ഒരു ഉപകരണം തന്നെയാണ്. പിന്നെ ബം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഷാഫ്റ്റ് എന്ന് പറയാൻ പറ്റും. ഷാഫ്റ്റ് പോലുള്ളൊരു സാധനം. കാരണം ഈ വുഡൻ്റെ പിന്നെ ഈ കാളകളെ പൂട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാവില്ലേ, കാളകളുടെ കഴുത്തിൻ്റെ അവിടെ അതിനോട് ഘടിപ്പിക്കില്ലേ ഇങ്ങനെ, അത് കാർട്ടിൽ ഫിക്സ് ചെയ്യണം അവിടെ, അങ്ങനെ ഒരു സാധനം, അങ്ങനെ ഒരു വുഡൻ സാധനം. കാരണം അതൊക്കെ കൃഷിക്ക് ആവശ്യമല്ലേ, അതുകൊണ്ട് അതെന്താണ്, ആശാരിയുടെ റിലേറ്റഡ് അല്ലേ, കാർപ്പൻ്റർ ചെയ്യണ പണികളല്ലേ അതാണ് പറയണത്. പിന്നെ 10 ചോട്ടി ബടി ചേനി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിസിൽ, CHISEL, ചിസിൽ, ഉളി എന്ന് പറയും, ഉളി. പിന്നെ 4 റന്തേ എന്ന് പറഞ്ഞാൽ കൊമ്പുകൾക്ക് പറയണതാണ്, മരക്കൊമ്പുകൾക്കൊക്കെ പറയണതാണ് പൊതുവെ. റന്തേ. 1 സാലനി എന്ന് പറഞ്ഞാലും മുറിക്കണ ഒരു സാധനമാണ്, ഒരു ഉപകരണമാണ്. പറഞ്ഞാൽ പിയേഴ്സിങ്ങിന്, കീറണതിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ 4 കേത്തിയ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും മുറിക്കാൻ ഉപയോഗിക്കുന്നത് തന്നെയാണ്. പറഞ്ഞാൽ വലിയ ഇതും ചെറുതും പറഞ്ഞാൽ സൈസ് അനുസരിച്ചിട്ട് മുറിക്കാൻ നമ്മൾ വേറെ വേറെ ഉപയോഗിക്കില്ലേ. ഇപ്പം നമ്മൾ ചെറിയ കത്തി ഉപയോഗിക്കും, വലിയ കൊടുവാൾ ഉപയോഗിക്കും, അതിനെക്കാട്ടിലും വലുത് ഉപയോഗിക്കും, അങ്ങനെ പലതരത്തിലുള്ളത് ഉപയോഗിക്കില്ലേ, അങ്ങനെയാണ്. 4 ചോട്ടി ബടി ബേദ്നിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രില്ലിങ് ചെയ്യണ മെഷീൻ കേട്ടോ, ഡ്രില്ലറിനാണ് ബേദ്നിയ എന്ന് പറയുക, ബേദ്നി. 4 ആരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, കാർപ്പൻ്റെ അടുത്ത് കാണും. 5 ചോട്ടി ബടി സണ്ടാസിയ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഇങ്ങനെ നമ്മൾക്ക് പിടിക്കാനൊക്കെ ഉണ്ടാവില്ലേ, ഫോർസിപ്പ് പറയും, അതൊരു ഇതിൻ്റെ ആയിരിക്കും, ലോഹയുടെ, ഇരുമ്പിൻ്റെ, അങ്ങനത്തുള്ള സാധനത്തിനെയാണ് സണ്ടാസിയ എന്ന് പറയാം. ഇവൻ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനും ഉപയോഗിക്കും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഫോർസിപ്പ് കൊണ്ട് ഇങ്ങനെ ചെറുതും വലുതും എല്ലാ സൈസിൻ്റെയും ഉപയോഗിക്കും അത്. പിന്നെ 20 റത്തൽ കീലെ ചോട്ടി ഓർ ബടി. റത്തൽ കീലെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കീലെ എന്ന് പറഞ്ഞാൽ നെയിൽസ് കേട്ടോ, നെയിൽസ് പറഞ്ഞാൽ ആണികൾ, പറഞ്ഞാൽ സ്ക്രൂ ആണി, സാധാരണ താണി, അങ്ങനെ പല തരത്തിലുള്ളതില്ലേ, അതാണ് പറയണത്. പിന്നെ ചോട്ടി ഓർ ബടി, ചെറുതും വലുതുമായിട്ടുള്ളത്. 1 മോങ്ര എന്ന് പറഞ്ഞാൽ ലക്കടിക്ക ഹത്തോട, ഇവിടെ ലക്കടിക്ക ഹത്തോട ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പറഞ്ഞാൽ വുഡൻ ഹാമർ, വുഡിൻ്റെ മരം കൊണ്ടുണ്ടാക്കിയ ഹാമറാണ് മോങ്ര എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ മോച്ചി എന്ന് പറഞ്ഞാൽ ചെരുപ്പ് കുത്തി എന്ന് പറയില്ലേ, കോബ്ലർ. മോച്ചിക്ക് ഓജാർ, അതിൻ്റെ മോച്ചിയുടെ ടൂൾസ്, പറഞ്ഞാൽ കോബ്ലറിന് വേണ്ട ടൂൾസ്. അപ്പോൾ ഇതൊക്കെയാണ് ടൂൾസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. मेरे अनुमान से इन सब पर കുൽ 5 रुपया ഖർച്ച് ആയേഗ. അപ്പോൾ ഗാന്ധിജി എൻ്റെ കണക്കനുസരിച്ചിട്ട് ഇൻ സപ്പർ ഇതെല്ലാം കൂടിയിട്ട് കുൽ ടോട്ടൽ 5 രൂപ ചിലവാകും എന്നാണ് പറയുന്നത്. ഒരു 100 വർഷം മുമ്പുള്ളതാണ് കേട്ടോ. അപ്പോൾ 5 രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്.
रसोई के लिए आवश्यक सामान पर 150 रुपये खर्चाएगा. കിച്ചണിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൂടിയിട്ട് 150 150 രൂപ ചിലവാകും എന്നാണ് പറയുന്നത്. സ്റ്റേഷൻ ദൂർ होगा तो सामान को या मेहमानों को ലാനെ കെ ലിയെ ബേൽഗാഡി ചെയ്യേ. അഥവാ സ്റ്റേഷൻ ദൂരെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് സാമാനങ്ങൾ കൊണ്ടുവരാനോ അല്ലാന്നുണ്ടെങ്കിൽ മെഹമാൻ എന്ന് പറഞ്ഞാൽ അതിഥികൾ ഗസ്റ്റ് അവരെ കൊണ്ടുവരാനോ ബേൽഗാഡി ചെയ്യേ ബുള്ളക്കാട്ട് കാളവണ്ടി വേണം അതിന്. മേ ഖാനെ കാ ഖർച്ച് 10 रुपये മാസിക് പ്രതി വ്യക്തി ലഗാത്താ ഹൂം. അപ്പോൾ ഒരു ആൾക്ക് ഒരു മാസത്തിലുള്ള ഭക്ഷണത്തിൻ്റെ ചിലവ് 10 രൂപയാണ് ഞാൻ ഇവിടെ കണക്കനുസരിച്ച് ഇട്ടിരിക്കുന്നത്. ഖാനെ കാ ഖർച്ച് ഭക്ഷണത്തിനുള്ള ചിലവ് 10 रुपये മാസിക് 10 രൂപ ഒരു മാസം പ്രതി വ്യക്തി പെർ ഹെഡ് ഒരാൾക്ക് വെച്ചിരിക്കുന്നത്. मैं नहीं समझता कि हम यह खर्च पहले वर्ष में निकाल सकेंगे. അപ്പോൾ എനിക്ക് മനസ്സിലാവണില്ല ആദ്യത്തെ വർഷം നമ്മൾ ഈ ചിലവൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ചെയ്യാൻ കഴിയുമെന്നുള്ളത്. കാരണം കൃഷിയൊക്കെ തുടങ്ങണേ ഉള്ളൂ അല്ലേ, പിന്നെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, ബാക്കി എല്ലാ പരിപാടികളും തുടങ്ങണേ ഉള്ളൂ, അപ്പം ഇൻകം വരാനൊന്നുമില്ല അല്ലേ. അതാണ് പറയുന്നത്. വർഷ മേ औसतन 50 लोगों का खर्च 6000 रुपये आएगा. അപ്പോൾ അങ്ങനെ കണക്കാക്കി വരുന്ന സമയത്ത് ഒരു വർഷത്തിലെ औसतन പറഞ്ഞാൽ ഒരു ആവറേജ് ആയിട്ട് 50 लोगों का खर्च 50 ആൾക്കാരുടെ ചിലവ് എത്രയാണ് 6000 രൂപ ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. मुझे मालूम हुआ है कि प्रमुख लोगों की इच्छा यह है कि अहमदाबाद प्रयोग 1 वर्ष तक किया जाए. എനിക്ക് മനസ്സിലായി, എനിക്ക് അറിഞ്ഞു. എന്താണ് അറിഞ്ഞത്? പ്രമുഖ് ലോഗോങ്കി ഇച്ഛ, അവിടെ കാര്യമായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ ഇതാണ്. എന്താണ്? കി അഹമ്മദാബാദ് മേ യഹ് പ്രയോഗ് 1 വർഷ തക് കിയാ ജായ്. ഈ പ്രയോഗം ഈ പറഞ്ഞ കണക്കനുസരിച്ചിട്ട് അഹമ്മദാബാദിൽ ഏകദേശം ഒരു വർഷം ഇതേപോലെ അങ്ങോട്ട് ചെയ്തു നോക്കാം എന്നാണ്. यदि ऐसा हो तो अहमदाबाद को ऊपर बताया गया सब खर्च उठाना चाहिए. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയണത്, അഹമ്മദാബാദിന് ഇവിടെ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ എല്ലാ ചിലവും അവർ എടുക്കേണ്ടി വരും. मेरी मांग तो यह भी है कि अहमदाबाद मुझे पूरी ज़मीन और मकान सभी दे दे तो बाकी खर्च में कहीं और से या दूसरी तरह जुटा लूँगा. അപ്പോൾ എന്താ പറയണത്, മേരി മാങ് തോ യഹ് ബി ഹെ. എൻ്റെ ആവശ്യം ഇതാണ്, ഞാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. എന്താണെന്ന് വെച്ചാൽ അഹമ്മദാബാദ് എനിക്ക് ജമീൻ ഓർ മക്കാൻ സബി ദേ ദേ, സ്ഥലവും ബിൽഡിങ്ങും എല്ലാം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി ഖർച്ച്, പിന്നെ ബാക്കിയുള്ള ചിലവുകളെല്ലാം, ബാക്കി പറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കേണ്ടതും പിന്നെ ഡെയിലി ഉള്ള പിന്നെ ഭക്ഷണത്തിൻ്റെയും അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ചിലവുകളെല്ലാം ഞാൻ കഹി ഓർസെ വേറെ എവിടുന്നെങ്കിലും അല്ലെങ്കിൽ ദൂസരി തറ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗത്തിൽ ജുട്ടാലൂങ്ക പറഞ്ഞാൽ അറേഞ്ച് ചെയ്യാം. अब चूँकि विचार बदल गया है इसलिए ऐसा लगता है कि 1 वर्ष का या इससे कुछ कम दिनों का खर्च अहमदाबाद को उठाना चाहिए. ചൂക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അബ് ചൂങ്കി, ചൂങ്കി എന്ന് പറഞ്ഞാൽ സിൻസ് എന്ന് പറയില്ലേ ഇംഗ്ലീഷിൽ, ആ യൂസ് തന്നെ കേട്ടോ, SINC സിൻസ്. ഇപ്പം എനിക്കിങ്ങനെ വിചാർ ബദൽ ഗയാ ഹെ, എൻ്റെ വിചാരം എൻ്റെ മനസ്സിലുള്ളത് ഇപ്പം മാറിയ സ്ഥിതിക്ക് ഇസിലിയെ ऐसा लगता है, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ തോന്നുന്നു. എങ്ങനെ തോന്നുന്നത്? कि 1 वर्ष का യാ ഇസ്സെ കുച്ച് കം ദിനോ ഖാ ഖർച്ച്, ഒരു വർഷത്തിൻ്റെയോ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കുറച്ച് കുറഞ്ഞ ദിവസങ്ങളുടെയോ ചിലവ് അഹമ്മദാബാദ് കോ ഉഠാനാ ചാഹിയെ. അഹമ്മദാബാദിന് അത് എടുക്കേണ്ടി വരും, ആ ചിലവ് അഹമ്മദാബാദ് ഏറ്റെടുക്കണം. അതിൻ്റെ അർത്ഥം എന്താ? അഹമ്മദാബാദിലെ ആൾക്കാർ സഹകരിക്കണം, അവർ എന്തെങ്കിലും ചെയ്ത് ഹെൽപ്പ് ചെയ്ത് കൺട്രിബ്യൂട്ട് ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. യദി അഹമ്മദാബാദ് 1 वर्ष के खर्च का बोझ उठाने के लिए तैयार न हो, യദി എങ്ങാനും അഹമ്മദാബാദ് ഒരു വർഷത്തിൻ്റെ ചിലവിൻ്റെ ഭാരം, ഭോജ് എന്ന് പറഞ്ഞാൽ ഭാരം എടുക്കാൻ തയ്യാറല്ലെങ്കിൽ ഖാനെ കെ ഖർച്ച് കാ ഇന്തസാം മേ കർ സക്താ ഹൂം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേലെ പറഞ്ഞ ഭക്ഷണത്തിൻ്റെ ഇന്തസാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറേഞ്ച്മെൻറ്റ്, അതിൻ്റെ ചിലവിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റ് ഞാൻ ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ കഴിയും. ചൂങ്കി मैंने खर्च का यह अनुमान जल्दी में तैयार किया है. ഞാൻ ഈ കണക്ക് ഈ മേലെ പറഞ്ഞ ഈ കണക്ക് വേഗം പെട്ടെന്ന് തയ്യാറാക്കിയത് കൊണ്ട് ഇസ്ലിയെ യഹ് സംഭവ ഹെ, അതുകൊണ്ട് ഇത് മേ ബി ആയിരിക്കാം. എന്താണ്? കി കുച്ച് മദേ മുझसे छूट गई हो. മദേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐറ്റംസ് ഒക്കെ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എൻ്റെ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യത ഉണ്ട്. ഇതിൽ ചൂട്ട് വിട്ടുപോകുക, മിസ്സാവുക ആയിട്ടുണ്ടാവും. इसके अतिरिक्त खाने के खर्च के सिवा मुझे स्थानीय स्थितियों की जानकारी नहीं है. ഈ ഭക്ഷണത്തിൻ്റെയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലാണ്ട് എനിക്ക് ഉസ്കെ അലാവ, അത് അല്ലാണ്ട് അതിരിക്ത് പറഞ്ഞാൽ അലാവ
खाने के खर्च के सिवा मुझे സ്ഥാനീയ സ്ഥിതി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലോക്കൽ കണ്ടീഷൻ, ഏതൊരു സ്ഥലമായാലും അവിടുത്തെ അതിൻ്റെ സറൗണ്ടിങ്സും അതിൻ്റെ അപ്പുറത്തേക്കുള്ള കണ്ടീഷൻസ് നോക്കണ്ടേ നമുക്ക്. അപ്പോൾ അങ്ങനത്തുള്ള ആ ലോക്കൽ കണ്ടീഷൻ്റെ എനിക്ക് ജാൻകാരി നെഹി ഹെ, എനിക്ക് അതിൻ്റെ നോളജ് ഇല്ല, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഇസ്ലിയെ മേരെ അനുമാൻ മേ ഭൂൽ ബി ഹോ സക്തി ഹെ. അപ്പോൾ എൻ്റെ അനുമാനം അനുസരിച്ചിട്ട് ചിലപ്പോൾ തെറ്റുകളും സംഭവിച്ചിരിക്കാം, വല്ല തെറ്റുകളും ഒക്കെ ഇതിലുണ്ടാവും. എന്താ പറഞ്ഞത്, ഭൂല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കുക, അതിൻ്റെ അർത്ഥം ഇവിടെ തെറ്റുകൾ. ഈ ബോക്സിലുള്ളത് നോക്കാം കേട്ടോ. ഇനി അഹമ്മദാബാദ് മേ സ്ഥാപിത് ആശ്രം കാ സംവിധാൻ സ്വയം ഗാന്ധിജിനെ തയ്യാർ കിയാ താ. അപ്പോൾ ഈ അഹമ്മദാബാദിൽ സ്ഥാപിച്ചിരിക്കുന്ന ആശ്രമത്തിൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റും ഗാന്ധിജി സ്വയം തയ്യാറാക്കിയതായിരുന്നു. इस संविधान के मसविदे से पता चलता है कि वह ജീവൻ കാ നിർമ്മാൺ കിസ് പ്രകാർ കർണ. ഈ സംവിധാനത്തിൻ്റെ മസ്വിദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രാഫ്റ്റ് കേട്ടോ, ഒരു റഫായിട്ട് എടുക്കും. അപ്പോൾ ആ ഡ്രാഫ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും, പത്താ ചൽത്താ ഹെ, മനസ്സിലാക്കാൻ കഴിയും എന്താ വെച്ചാൽ വഹ ഭാരതീയ ജീവൻ കാ, അദ്ദേഹം മഹാത്മാഗാന്ധി ഭാരതീയ ജീവൻ്റെ നിർമ്മാണം, ഭാരതത്തിലുള്ള അവരുടെ ലൈഫിൻ്റെ നിർമ്മാണം ഏത് തരത്തിലാണ്, ഏത് പ്രകാരമാണ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നതെന്ന് നമുക്കിതൊന്ന് മനസ്സിലാകും എന്നാണ് പറയുന്നത്. यदि अहमदाबाद सब खर्च उठाए तो വിഭിന്ന മതോ മേ ഖർച്ച് ഇസ് തര ഹോഗ. അപ്പോൾ എന്താ പറയണത്, ഈ മേലെ പറഞ്ഞ ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇവിടെ. അഹമ്മദാബാദ് ഈ എല്ലാ ചെലവുകളും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ വിഭിന്ന മതോ മേ ഖർച്ച് ഇസ് തര ഹോഗ, വിഭിന്നമായിട്ടുള്ള ഐറ്റംസിന് ഇത് പോലെയായിരിക്കും ചെലവ് നടത്തേണ്ടത്. എന്താണ് ആദ്യത്തെ, കിരായ ബംഗ്ല ഓർ ഖേത് കി ജമീൻ. അപ്പോൾ കിരായ എന്ന് പറഞ്ഞാൽ വാടക, റെൻറ്റ്, അതെങ്ങനെയാണ് ബംഗ്ല വീട് തന്നെയാണ്, ബംഗ്ല തന്നെയാണ്. ഓർ ഖേത് കി ജമീൻ, പിന്നെ കൃഷി ചെയ്യുന്ന സ്ഥലം. രണ്ടാമത്തത് കിതാബോം കി അൽമാരിയും കാ ഖർച്ച്, ബുക്സ് വെക്കാനുള്ള അലമാരിയുടെ ചിലവ്, അലമാര വാങ്ങണം അതിന് വേണ്ടിയിട്ട്. ബഡയിക്ക് ഔജാർ, ബഡയി എന്ന് പറഞ്ഞാൽ കാർപ്പൻ്ററിന് വേണ്ട ടൂൾസ്. മോച്ചിക്ക് ഔജാർ, മോച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോബ്ലർ, ചെരുപ്പൂത്തി, അതിന് വേണ്ട ടൂൾസ്. ചോക്കേക്ക സാമാൻ, ചോക്കിക്ക സാമാൻ എന്ന് വെച്ചാൽ എന്താണ്, കിച്ചണിൻ്റെ സാധനങ്ങൾ കേട്ടോ. ചോക്ക എന്നുള്ള വേർഡിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ 4 എന്നാണ്, മെയിൻ സ്ക്വയർ എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, കിച്ചണിൻ്റെ സാധനങ്ങൾ. ഏക ഗാഡി, ഒരു ബുള്ളക്കാട്ട്, അല്ലാന്നുണ്ടെങ്കിൽ കുതിരവണ്ടി. ഏക് വർഷ കെ ലിയെ ഖാനെ കാ ഖർച്ച് 6000 റുപ്യ, ഒരു വർഷത്തിന് ഭക്ഷണത്തിൻ്റെ ചിലവ് 6000 രൂപ. അപ്പോൾ ഇതൊക്കെയാണ് ഗാന്ധിജി ഇട്ടിട്ടുണ്ടായിരുന്ന ലിസ്റ്റുകൾ അല്ലേ, ലിസ്റ്റിലുള്ള സാധനങ്ങൾ. ഇനി मेरा ख्याल है कि हमें लोहार और राजमिस्त्री के औजारों की भी ज़रूरत होगी. അപ്പോൾ പിന്നെന്താ പറയണത്, ഈ സാധനങ്ങളൊന്നും കൂടാതെ, ഈ മേൽപ്പറഞ്ഞതൊന്നും കൂടാതെ ഇനി ലുഹാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് സ്മിത്ത്, ലോഹേക്ക കാം കർനെ വാല, ഇരുമ്പ് പണി ചെയ്യുന്നവർ. അപ്പോൾ അവരുടെയും, പിന്നെ മേസ്ത്രി, രാജമിസ്ത്രി എന്ന് പറഞ്ഞാൽ മേസ്ത്രി തന്നെയാണ്. മേസൺ എന്ന് പറയില്ലേ, ബിൽഡിങ് പണികൾക്കൊക്കെ പോയില്ലേ, വീട് കെട്ടാനൊക്കെ വരില്ലേ, അപ്പോൾ അവരുടെയും ബ്ലാക്ക് സ്മിത്തിൻ്റെയും മേസ്ത്രി ടൂൾസും ആവശ്യം വരുന്നു. ഓജാർ ബി ചെയ്യേ. അപ്പോൾ ഈ മേൽ പറഞ്ഞ ആ ലിസ്റ്റിലുള്ളതും കഴിഞ്ഞു, പിന്നെ ബ്ലാക്ക് സ്മിത്തിൻ്റെയും കഴിഞ്ഞു, മേസ്ത്രിയുടെയും കഴിഞ്ഞു. അതും കൂടാതെ പിന്നെയും നമുക്ക് പല ടൂൾസുകളുടെയും ആവശ്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. किंतु इस हिसाब से मैंने उनका खर्च और शिक्षण सामान का खर्च शामिल नहीं किया. അപ്പോൾ ആ കണക്കിൽ നോക്കുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ഒന്നും ചിലവ്, ഇപ്പോൾ പറഞ്ഞ ഇതിൻ്റെ ഈ ബ്ലാക്ക് അതല്ലാണ്ടുള്ള ചിലവുകൾ, അതും പിന്നെ ശിക്ഷൺ സംബന്ധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ ആവശ്യമുള്ള, പഠിക്കാൻ റിലേറ്റഡ് ആയിട്ടുള്ള, ശിക്ഷൺ എന്ന് പറഞ്ഞാൽ പഠിക്കാൻ, ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളുടെയും ചിലവ് ഷാമിൽ നഹിക്കുക, ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആദ്യമേ പറഞ്ഞില്ലേ, ഞാൻ വേഗം ഉണ്ടാക്കിയ ഒരു ലിസ്റ്റ് ആയതുകൊണ്ട്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് അതിൽ കുറേ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവാം, മിസ്സായിട്ടുണ്ടാവും എന്നൊക്കെ ആദ്യം പറഞ്ഞില്ലേ. അപ്പോൾ അതാ പറയണത്. അപ്പോൾ ഇതൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഷാമിൽ കർണ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഷാമിൽ നെഹി കിയ ഹെ. ശിക്ഷൻ ഇവിടെ മെയിനായിട്ട് ഗാന്ധിജി ഉദ്ദേശിക്കുന്നത് എന്താണ്, വെറും എഴുത്തും വായനയും മാത്രമല്ല, അതല്ലാണ്ട് ബാക്കിയുള്ള പണികൾ പറഞ്ഞ കൃഷി ചെയ്യുക, നമുക്ക് വേണ്ടത് നമ്മൾ സ്വയം ഉൽപ്പാദിപ്പിക്കുക, സ്വയം ചെയ്യാതെ. അതിപ്പോൾ വെജിറ്റബിൾസ് ആണെങ്കിലും ഗ്രെയിൻസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും എന്തായാലും നമ്മൾക്ക് വേണ്ടത് സ്വയം. പിന്നെ കാർപ്പൻ്റർ പണി, ആശാരിയുടെ പണി, പിന്നെ ബിൽഡിംഗ് വർക്കുകൾ, പിന്നെ നെയ്ത്ത്, അങ്ങനെ കോബ്ലറിൻ്റെ, അങ്ങനെ പല പണികളും പറഞ്ഞാൽ നമുക്ക് ഡെയിലി ലൈഫിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ പറഞ്ഞാൽ ഇത് ഒരു 100 വർഷം മുമ്പുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ആയിട്ട് കമ്പയർ ചെയ്യരുത്, ആ കാലത്തെ ലൈഫ് ആലോചിക്കണം, മനസ്സിൽ അത് വരണം കേട്ടോ. അപ്പോൾ ആ കാലത്ത് എങ്ങനെ ജീവിക്കുന്നു അതിനനുസരിച്ചിട്ട് നമുക്ക് എന്തൊക്കെ ആവശ്യം എന്ന് വെച്ചാൽ അത് നമ്മൾ സ്വയം ചെയ്യണം.
ആരെയും ആശ്രയിക്കാതെ സ്വയം ചെയ്യണം. അതാണ് ഇവിടെ മെയിനായിട്ട് ഉദ്ദേശം. അപ്പോൾ ഈ ശിക്ഷൺ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്താണ് ട്രെയിനിങ്, അതിൻ്റെ അർത്ഥം ഒരു ട്രെയിനിങ് ആണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പറഞ്ഞാൽ ഇങ്ങനത്തുള്ള പണികളെല്ലാം ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുക, എല്ലാവർക്കും എല്ലാം അറിയണം അതിന് വേണ്ടിയിട്ട്. പിന്നെന്താണ്, ജീവിക്കണം അല്ലേ. അപ്പോൾ ജീവിക്കാൻ നമുക്ക് എന്തെങ്കിലും സർവൈവ് ചെയ്യാൻ എന്തെങ്കിലും പണികൾ അറിയുന്നുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം പഠിച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കണം. അതാണ് ഇവിടെ മെയിൻ ഉദ്ദേശിക്കുന്നത്. ശിക്ഷൺ സംബന്ധി സാമാൻ എന്നൊക്കെ പറയണതും ശിക്ഷൺ എന്ന് പറയണതിൻ്റെ ഉദ്ദേശം അതാണ് ഇവിടെ കേട്ടോ. അപ്പോൾ ശിक्षण के सामान में 5 ദേശി ഹത്കർഗോ की आवश्यकता होगी. ഹത്കർഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഹത്ത് എന്ന് പറഞ്ഞാൽ കയ്യ്, കയ്യ്. കർഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചർക്കയില്ലേ, തുണി ഉണ്ടാക്കുന്ന ചർക്ക, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ചർക്ക കേട്ടോ, അതാണ് ഹത്കർഗ് എന്ന് പറയുന്നത്. ഹാത്ത് സെ ചലാനെ വാല കർഖ, ഹാത്ത് സെ ചലാനെ വാല കർഖ, കപ്പട ബുന്നേവാല മെഷീൻ അല്ലെങ്കിൽ കപ്പട ബുന്നേവാല യന്ത്ര എന്നൊക്കെ പറയാം. കപ്പട ബുന്നിക്ക യന്ത്ര, അപ്പോൾ കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ചർക്ക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്താ ഉണ്ടാക്കണതിൽ ഹാൻഡ്ലൂം എന്ന് പറയില്ലേ, ഹാൻഡ്ലൂം അത് തന്നെയാണ്. അപ്പോൾ അത് വേണം. എത്ര എണ്ണം വേണം? 5 അപ്പോൾ ദേശി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കലായിട്ട് നിർമ്മിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു 5-6 എണ്ണം വേണം. കാരണം എന്താണ്, എല്ലാവർക്കും ഡ്രസ്സ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഷീനാണ് അത് അവിടെ ആവശ്യം പറയുന്നത് ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ മുകളിലൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അതിലെന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഗാന്ധിജി മെയിൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാവരെയും ആത്മനിർഭരാക്കുക. പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് ഡിപ്പെൻഡൻറ്റ് അല്ലേ, നമ്മൾ മലയാളത്തിൽ സ്വയം പ്രാപ്തി എന്നൊക്കെ പറയും, അതാണ്. അപ്പോൾ സഭിക്കോ ആത്മനിർഭർ കർണ, അപ്നാ കാം സ്വയം കർണ, ഇതാണ് ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആ ബോക്സിലുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. മേലെ ബോക്സിൽ കൊടുത്തിട്ടില്ല, അതിൽ 4 പത്തീലെ 40 ആദ്മിയോं का खाना बनाने के योग्य. പത്തീല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കുടുങ്ങിയതല്ലാതെ കുറച്ച് പരന്ന പാത്രം, പറഞ്ഞാൽ ഭയങ്കര പരന്നതുമല്ല. നമ്മൾ വെള്ളമൊക്കെ നിറച്ച് വയ്ക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു 2 ലിറ്റർ പാലൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കുടുങ്ങിയ പാത്രത്തിൽ വാങ്ങിക്കില്ലല്ലോ, കുറച്ച് പരന്നതായിട്ട്. അതിനാണ് പത്തീല എന്ന് പറയുക കേട്ടോ. നമ്മൾ മലയാളത്തിൽ ഡവറ എന്നൊക്കെ പറയും. ഈ സെറ്റായിട്ട് വരും, വലുത്, അതിൻ്റെ ഉള്ളിൽ ഇനിയും ചെറുത് അങ്ങനെ ഈ പാത്രങ്ങൾ, അതിനാണ് പത്തീല പറയുക. അപ്പോൾ അത് 40 ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ പറഞ്ഞാൽ ഇത് ഒരു 2 ലിറ്ററിൻ്റെ ആണെന്നുണ്ടെങ്കിലും പത്തീല എന്ന് പറയും, പക്ഷേ ഇതിവിടെ വലിയതാണ് പറയണത്. 2 ചോട്ടി പത്തീലിയ 10 ആദ്മിയോं के योग्य. അങ്ങനത്തെ 2 ചെറുത്, അതെത്ര? 10 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ളത്. 3 പാനി ഭർനെ കെ പത്തീലെ യാ താംബെ കെ കലശ്. കലശ് എല്ലാവർക്കും അറിയാമല്ലോ, കലശം വെക്കില്ലേ നമ്മൾ പൂജയ്ക്കൊക്കെ, അങ്ങനെ. അതെന്തിൻ്റെയാണ്? താമ്പേക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പറിൻ്റെ കലശവും, പിന്നെ 3 വെള്ളം നിറയ്ക്കാനുള്ള, പാനി ഭർനേക്ക് പത്തിയിൽ വെള്ളം നിറയ്ക്കാനുള്ള പാത്രം. 4 മിട്ടിക്ക് ഘടേ, ഘട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടം. അപ്പം മിട്ടിക്ക് ഘടേ മൺകുടം, 4 മൺകുടങ്ങൾ. 4 തിപ്പായ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ 3 കാലുള്ള പലക പോലത്തെ ഇരിക്കാനുള്ളത്, അതിനാണ് തിപ്പായ എന്ന് പറയുക. അതിന് 3 കാലുണ്ടാവും ഇങ്ങനെ, പീഠം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. പലകയുടെ കാട്ടിലും ഇത്രയും കൂടി ഉയരമൊക്കെ ഉള്ളതായിരിക്കും ചിലത് കേട്ടോ, അങ്ങനെ. തിപ്പായി പറഞ്ഞാൽ തീൻ പായ് വാലി, അതിൻ്റെ അർത്ഥം 3 കാലുള്ളത്, അങ്ങനത്തെ 4 എണ്ണം. ഏക് കടായി എന്ന് പറഞ്ഞാൽ ചീനിച്ചട്ടി. 10 റത്തൽ ഖാന പക്കാനെ യോഗ്യ. റത്തൽ ഖാന പക്കാനെ യോഗ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കനലിലൊക്കെ ഇട്ടിട്ടുണ്ടാക്കില്ലേ, ഇപ്പോൾ ചപ്പാത്തിയൊക്കെ പറഞ്ഞാൽ നോർത്തിൽ പൊതുവേ റൊട്ടി എന്ന് പറയും. ഇപ്പോൾ റൊട്ടി കനലിലൊക്കെ ഇട്ടിട്ടുണ്ടാക്കും. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് ഈ മരച്ചീനിയൊക്കെ ഇല്ലേ, ചക്കരക്കിഴങ്ങ്, അതെല്ലാം ഉണ്ടല്ലോ ഈ കനലിലിട്ട് നമ്മൾ ചുട്ടെടുക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എടുക്കും കനലിലിട്ടിട്ട്. അത് പിന്നെ തീൻ കൽച്ചിയ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ പറയില്ലേ, ലാഡിൽ, LADLE, ലാഡിൽ, കയ്യിലെന്ന് പറയില്ലേ, അതന്നെ. പറഞ്ഞാൽ അങ്ങനത്തെ പല സൈസും ആവശ്യമല്ലേ, ചെറുതും വലുതുമായിട്ടുള്ള പല സൈസും പല തരത്തിലുള്ളത് ആവശ്യമല്ലേ. അപ്പോൾ 2 ആട്ട ഗൂന്തിനേക്ക് പറാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര പരന്ന പാത്രം, എന്നാൽ പ്ലേറ്റ് പോലെയല്ല, എന്നാൽ അതിന് അങ്ങനെ ഒരുപാട് കുഴിയുണ്ടാവില്ല, അങ്ങനെ പരന്ന പാത്രം. ആട്ട ഗൂന്തിന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാവ് കുഴയ്ക്കുക. ആട്ട എന്ന് പറഞ്ഞാൽ ഗോതമ്പ് മാവ്, ഗൂന്തിന എന്ന് പറഞ്ഞാൽ കുഴയ്ക്കുക, മാവ് കുഴയ്ക്കുക. അപ്പം മാവ് കഴിക്കാനുള്ള പറാത്ത്, ബേസിൻ എന്നൊക്കെ പറയാം ഈ പറാത്ത് എന്നുള്ളതിന്. മാവ് കഴിക്കാനുള്ള സാധാരണ നമ്മൾ പരന്ന പാത്രം ഉപയോഗിക്കില്ല വീട്ടിൽ, അതാണ് പറാത്ത് കേട്ടോ. ഏക് പാനി ഗരം കർണേക്ക ബടാ പത്തീല. പത്തീല ഓൾറെഡി അറിയാലോ, വെള്ളം ചൂടാക്കാനുള്ള വളരെ വലിയതായിട്ടുള്ളൊരു പത്തീല.
തീൻ കേത്തിലിയ, കേത്തിലി എന്ന് പറഞ്ഞാൽ കെറ്റിൽസ്, ചായയൊക്കെ ആക്കില്ലേ, ചൂടായിട്ടുള്ള ചായയൊക്കെ ആക്കി വെക്കില്ലേ അത്, അങ്ങനത്തെ 3 എണ്ണം. 5 ബാൾട്ടിയാ യ നഹാനേക്ക പാനി രഖ്നേക്ക ബർത്തൻ. 5 ബക്കറ്റ്, ബാൾട്ടി എന്ന് പറഞ്ഞാൽ ബക്കറ്റ്, അതല്ലെങ്കിലോ നഹാനേക്ക പാനി രഖ്നേക്ക ബർത്തൻ, കുളിക്കാൻ വെള്ളം വെക്കാനുള്ള പാത്രം. 5 പത്തീലേക്ക് ഡക്കൻ, 5 പത്തീല, പത്തീലയുടെ ഡക്കൻ, ഡക്കൻ എന്ന് പറഞ്ഞാൽ ലിഡ്, അടപ്പ്, മൂടികൾ. 5 അനാജ് രഖ്നേക്ക ബർത്തൻ, അനാജ് എന്ന് പറഞ്ഞാൽ ഗ്രെയിൻസ്, അത് അരിയോ ഗോതമ്പോ പിന്നെ എന്ത് വേണോ ആവാം. അപ്പോൾ അത് വെക്കാനുള്ള വലിയ വലിയ ബർത്തൻ എന്ന് പറഞ്ഞാൽ പാത്രം, പൊതുവെ വെസൽ. അപ്പോൾ 5 അനാജ് രഖ്നേക്ക ബർത്തൻ പറഞ്ഞാൽ 5 ഗ്രെയിൻസ് വെക്കാനുള്ള പാത്രം എന്ന് പറഞ്ഞാൽ അതൊക്കെ വലുതായിരിക്കും, കാരണം കുറേ ആൾക്കാരൊക്കെ ഉള്ളതല്ലേ. 3 തയ്യ, തയ്യ എന്ന് പറഞ്ഞാലും ചീനിച്ചട്ടി തന്നെയാണ്. അത് പല സൈസിലുള്ളതും പരന്നതും കുണ്ടായിട്ടുള്ളതും അങ്ങനെയൊക്കെ ഉള്ളതാണ്. 10 താലിയ, താലി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തളിക എന്ന് പറയില്ലേ, താലം, തളിക എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് താലി കേട്ടോ. അങ്ങനത്തെ 10 എണ്ണം. 10 കട്ടോരിയ, കട്ടോരി ബൗൾസ്, 10 കട്ടോരി, 10 ബൗൾസ്. 10 ഗിലാസ്, 10 ഗ്ലാസ്. 10 പ്യാലെ, പ്യാലെ എന്ന് പറഞ്ഞാൽ കപ്പ്, 10 കപ്പ്. 4 കപ്പടെ ധോനിക്ക് ടബ്, തുണി കഴുകാനുള്ള ടബ്. 2 ചൽനിയ, ചൽനി എന്ന് പറഞ്ഞാൽ ചലട അല്ലേ, സീവ് ചെയ്യില്ലേ നമ്മൾ, സീവിങ് ആട്ടയൊക്കെ ചലിക്കില്ലേ അത്. 1 പീത്തൽ കി ചൽനി, ഒരു പിച്ചളയുടെ ചലട, ചൽനി എന്ന് പറഞ്ഞാൽ ചലട കേട്ടോ. 3 ചക്കിയാൻ, ചക്കിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മില്ല്, അതിൻ്റെ അർത്ഥം ഭയങ്കര വലിയ മില്ലല്ല, എന്നാലും പിന്നെ ഇവരെല്ലാം പണ്ട് കാലത്തൊക്കെ എന്താണ് ഈ ഗോതമ്പൊക്കെ വീട്ടിൽ എടുക്കും, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. 10 ചമ്മച്ച്, 10 സ്പൂണ്, ചമ്മച്ച് സ്പൂണ്. 1 കർച്ച, കർച്ചയും കയ്യിൽ തന്നെയാണ് കേട്ടോ, പറഞ്ഞാൽ വലിയ തരത്തിലുള്ള സ്പൂണുകൾ, പിന്നെ കറികളൊക്കെ എടുക്കാനുള്ള ടൈപ്പിലുള്ളത്. 1 ഇമാം ദസ്ത മൂസ്ലി, ഇമാം ദസ്ത മൂസ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ അറിയോ, ഈ ഒരലില്ലേ, ഒരലെന്ന് പറയില്ലേ, നമ്മളിങ്ങനെ ഇടിക്കില്ലേ, പണ്ടത്തെ കാലത്ത് ഉണ്ടാവില്ലേ അത്, പക്ഷെ അങ്ങനത്തെ ചെറിയ സൈസ് വരും, നിങ്ങൾക്കും അങ്ങനത്തെ ഇരുമ്പിൻ്റെയും വരും, അല്ലെങ്കിൽ മരത്തിൻ്റെ ഉണ്ടാവും, അല്ലെങ്കിൽ കല്ലിൻ്റെ ഉണ്ടാവും, കല്ലിൻ്റെയും കിട്ടും. ചതയ്ക്കാൻ ഇഞ്ചി അല്ലെങ്കിൽ ഇലൈച്ചി അങ്ങനെയുള്ള മസാലകളൊക്കെ ചതയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കില്ലേ ചെറിയ സൈസിൽ, അത്. പിന്നെ 3 ഝാഡു, 3 ചൂല്, ഝാഡു എന്ന് പറഞ്ഞാൽ ചൂല്. 6 കുർസിയ, 6 ചെയർ, കുർസിയ പറഞ്ഞാൽ ചെയർ. 3 മേജെ, 3 മേശ. 6 കിതാബെ രഖ്നേക്ക് അൽമാരിയ, 4 ബുക്സ് വെക്കാനുള്ള അൽമാറ. 3 ദവാത്തെ, 3 ഇങ്ക്, ദവാത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ക് ബോട്ടിൽ, ഇങ്ക്. 6 കാലെ തക്തെ, തക്കത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, തക്കത്ത് എന്ന് പറഞ്ഞാൽ ഇരിക്കാനുള്ളൊരു സാധനം കേട്ടോ, അത് ചെയറും ആകാം, ചെയർ അല്ലാണ്ട് വേറെ ടൈപ്പിൽ ഇരിക്കാനുള്ളത്, അങ്ങനത്തെ 6 എണ്ണം. എന്താ പറയണത്, റാക്ക്, റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള അലമാറയില്ലേ, അത് തന്നെയാണ്, നമ്മൾ അല്ലാണ്ടെയും റാക്കൊന്നും ഉപയോഗിക്കില്ലേ വാക്ക്, അത് തന്നെയാണ്. ഓപ്പൺ ആയിട്ടുള്ള, അതിന് വാതിലൊന്നും ഇല്ലാത്ത സാധനങ്ങളൊക്കെ വെക്കാൻ ഉപയോഗിക്കില്ലേ അലമാറ, അത്. 3 ഭാരത് കെ നക്ഷെ, അപ്പോൾ ഭാരതത്തിൻ്റെ മാപ്പ്, 3 മാപ്പ്. 3 ദുനിയ കെ നക്ഷെ, വേൾഡ് മാപ്പ്, 3 വേൾഡ് മാപ്പ്. 2 ബംബൈ അഹാത്തെ കെ നക്ഷെ, ബോംബെയിൻ്റെ മാപ്പ്, ബോംബെയിൻ്റെ മാത്രം. അഹാത്തെ എന്ന് പറഞ്ഞാൽ 4 വാൾസ് ആണ് പറയുക, പറഞ്ഞാൽ ബോംബെയുടെ മാത്രമായിട്ടുള്ളത്. 1 ഗുജറാത്ത് ക നക്ഷ, ഒരു ഗുജറാത്തിൻ്റെ മാപ്പ്. പിന്നെ 5 ഹാത്ത് കർഗെ നമ്മളിതിൻ്റെ മുമ്പ് പറഞ്ഞതല്ലേ, കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന പിന്നെ ചർക്ക, തുണിക്ക് വേണ്ടിയിട്ടുള്ളത്. ബഡൈക്ക് ഔജാർ, കാർപ്പൻ്ററിൻ്റെ ടൂൾസ്. മോച്ചിക്ക് ഔജാർ, കോബ്ലറിൻ്റെ ടൂൾസ്. ഖേത്തിക്ക് ഔജാർ, കൃഷിക്ക് വേണ്ട ടൂൾസ്. 4 ചാർപ്പായി, ചാർപ്പായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിൽ, 4 കട്ടിൽ. 1 ഗാഡി, ഒരു വണ്ടി. 5 ലാൽട്ടൻ, ലാൽട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റാന്തൽ എന്നൊക്കെ പറയില്ലേ, കമ്പിരാന്തൽ, റാന്തൽ, വിളക്ക്. ലാൻഡൻ, LANTERN, ലാൻഡൻ, അത്. പിന്നെ 3 കമോഡ്, കമോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിനെ ഹിന്ദിയിൽ ശൗചാസൻ എന്നും പറയും, ശൗചാസൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ വെളിയിലായിരിക്കില്ലേ, ബാത്റൂമൊക്കെ ടോയ്ലറ്റൊക്കെ വെളിയിലായിരിക്കില്ലേ, അപ്പോൾ രാത്രി സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു പറഞ്ഞ വീട്ടിനകത്ത് ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. 10 ഗദ്ദെ, ബെഡ്. പിന്നെ 3 ചാമ്പർ പോട്ട്, ചാമ്പർ പോട്ടും അത് തന്നെയാണ്, രാത്രിയിൽ ടോയ്ലറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, വീട്ടിനകത്ത് റൂമിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് സാധനങ്ങളുടെ ലിസ്റ്റ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു.